പെട്ടെന്നൊരു മഴ പെയ്തു പോയിട്ടോ. പെട്ടെന്നൊരു മഴ പെയ്തു പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും ഒരു മഴ പെയ്തു പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിനും കൊള്ളില്ല, നമ്മുടെ ഞാൻ എടുക്കാൻ കേട്ടോ. വെറുതെ കാശ് കളഞ്ഞല്ലാണ്ട് ഒരു കരുതി കാണുന്നൊക്കെ നമുക്ക് ഒരു നമുക്ക് പറ്റില്ല, കേരളീയർക്ക് പറ്റില്ല. അതായത് വെറുതെ ഒരു ബില്ല് പേ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടി കഴിക്കാൻ നല്ലത് ഒരു കാര്യമില്ല. ഞാൻ കരുതിയത് നമ്മുടെ ഈജിപ്ഷ്യൻ ഡയർ ഉണ്ടാവുന്നവരുണ്ട്, ഗെയർ അതില്ല, ഇതെവിടെയും കാണുന്നില്ല. അവരൊന്നും ഇവരെ അടുപ്പിക്കലൊന്നും, കാരണം ഇവിടെ ഈ ഹെവി ടൂറിസ്റ്റ് പ്ലേസൊന്നും അവരെ അടുപ്പിക്കലെന്ന് ചോദിക്കും. ഇവരാരെയും കാണുന്നില്ല. ഈജിപ്ഷ്യൻ ജയർ കമ്മീഷണർ നാൻസി ലിപ്മാൻ വേ. ഉക്കര മഴ വന്നു പോയി. അവിടെ അടുക്കി കെട്ടി ഇതൊക്കെ എടുത്ത് കാത്തിട്ടുള്ള പണി പറഞ്ഞു. ഇവിടെ വഴിക്ക് വീഴാൻ എല്ലാ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ സംഗതി ഭയങ്കര അബദ്ധം കേട്ടോ. തെങ്ങിൻ്റെ പട്ട വരെ വെട്ടി നിർത്തിയിരിക്കേണ്ടോ, വീഴാതിരിക്കാൻ വേണ്ടി. തലയിൽ വീഴില്ലെങ്കിൽ മിയാമിയാണ് കേട്ടോ. മിയാമിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. മിയാമി ബീച്ചാണത്. പക്ഷെ ഡയറക്റ്റ് ബീച്ച് നമുക്ക് കാണാൻ ഇപ്പോൾ കഴിയില്ല. ഇവിടെ ഒരു തടസ്സമുണ്ട്. ബീച്ച് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം വെച്ചാൽ നമ്മുടെ ഷൂസിനുള്ളിൽ മണൽ കയറും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാത്തത്. ഒന്നും കരുതണ്ട. ബീച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗോവ ബീച്ചിലൊക്കെ അവർ കാർപ്പറ്റ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? ആരുണ്ടാക്കിയതാണ്, എപ്പോൾ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ബ്രിട്ടീഷുകാരനുണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു. ഞാൻ ബീച്ചിൽ പണ്ട് വന്നിട്ട് ബീച്ചിൻ്റെ രസം കണ്ടപ്പോഴേ ഇവർക്ക് തോന്നിയ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടാക്കാൻ തോന്നി ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ് ബീച്ചാണ്. മിയാമി ബീച്ചിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ഇത് വളരെ ഫേമസ് ആണല്ലോ. ഒരുപാട് സിനിമകൾ ഇതിനെ കുറിച്ചുണ്ടല്ലോ, നമുക്കറിയാമല്ലോ. സീരിയലുകളും സിനിമകളൊക്കെ ഉണ്ട് ഒരുപാട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഒരുപാട് ഹോളിവുഡ് മൂവീസിൽ ഈ ബീച്ച്, ഈ റോഡ് വളരെ ഫേമസ് ആണ്. ഇതിൽ കൂടെ ചേസിങ് ഒക്കെ നമ്മൾ പലതിലും കണ്ടിട്ടുണ്ട്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അത് മാത്രമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഈ ബീച്ച് ആഗ്രഹിക്കുന്നവർക്ക്, ബീച്ചിൽ കിടന്ന് വെയിൽ കൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് തണുപ്പ് രാജ്യങ്ങളിൽ വരുന്നവർക്ക് ഇതൊരു ഹരമാണ്. കാരണം നമ്മളെപ്പോലെ ചൂടത്തുനിന്ന് വരുന്നവർക്ക് ബീച്ച് ഒരിക്കലും ഹരമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും ബീച്ചിൽ വെറുതെ ജസ്റ്റ് കാണാൻ വേണ്ടി, അവിടുത്തെ ആ റഷ് കാണാൻ വേണ്ടി പോകുന്നല്ലാണ്ട് ബീച്ച് ആസ്വദിക്കുക എന്നുള്ളൊരു സംഭവം നമുക്ക് ഇന്ത്യൻസിന് സ്വാഭാവികമായിട്ടും ഇല്ല. അത് വിദേശികൾക്ക്, ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 6 മാസമൊക്കെ പിന്നെ ഇരുട്ടത്ത് തണുത്ത് കിടന്നിട്ടൊക്കെ ആൾക്കാർ വരില്ലേ. ഈ സ്കാൻഡിനേവിയൻ എന്ന് പറയുന്നത് ആർക്കൊക്കെ പറഞ്ഞല്ലോ ബീച്ച്. അവർ സ്വർഗം കിട്ടിയല്ലേ വെയിൽ കൊള്ളുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്കൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി. കൈ മുഴുവനും നിവർത്തിയിട്ടിട്ട് തൊപ്പിയിട്ടിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇരുന്നിട്ട് കുറച്ച് നമ്മുടെ സ്വന്തം സാധനമുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടിട്ടില്ല. നമ്മുടെ മിക്സ്ചർ, കടല 90% കടലയും നിലക്കടലയും ഒരു 10% മിക്സ്ചറും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ്ചർ ഞാൻ കൊണ്ടുവരാറുണ്ട്. അതായത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാത്ത സമയത്ത് സൂപ്പറല്ലേ. ആ നൈസ്. സൈഡിൽ 2 ബോക്സ്, ഫ്രണ്ടിൽ വലിയൊരു ബോക്സ് സൈക്കിളിൻ്റെ. ഓഷ്യൻ ഡ്രൈവ് ഇവിടെ ഒന്ന് കണ്ടാലോ. ഓഷ്യൻ ഡ്രൈവ് കണ്ടത്. വാവ്.